मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। കുപ്പിയുടെ ബോട്ടിൽ താഴെയിട്ടാൽ പൊട്ടിപ്പോകും. വേഗം ചെന്നില്ലെങ്കിൽ ട്രെയിൻ വിട്ടുപോകും. അടികൈ. രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്നെയാ. പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ ധൃതി എന്നെക്കാളും നിങ്ങൾക്കാണല്ലോ. ഞാൻ ശരിക്കുള്ള രാജാവിനെ ഇതുവരെ കണ്ടിട്ടേയില്ല. പിന്നെ കിറ്റിക്കും രാജാവിനെ കാണണം. താങ്കൾ കണ്ടിട്ടില്ലേ? ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. മുഴുവൻ വെണ്ണക്കല്ല കൊണ്ട് ഉണ്ടാക്കിയതാ. എടാ കഴുതേ, അത് രാജ്മഹലല്ല, താജ്മഹലാ. അപ്പൊ രാജ്മഹൽ എന്ന് വെച്ചാ എന്താ? രാജാവ് താമസിക്കുന്ന കൊട്ടാരം. രാജാ ജാംസിംഗിന്റെ കൊട്ടാരം കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും. എന്ത് അടിപൊളി കൊട്ടാരാണെന്നോ. എന്നാ നമുക്ക് വേഗം പോകാം. ഉത്സവത്തിന് പോയ കൊച്ചിനെ കാണാതെ പോയി. ഞാനിതാ ഇപ്പോൾ ഈ മരത്തിന്റെ കൊമ്പിൽ തൂങ്ങിപ്പോയി. അടികൈ. നിങ്ങൾ കൈ അടിച്ചോണ്ടിരിക്കാതെ എന്നെ ഒന്ന് താഴെ ഇറക്കാൻ നോക്ക. അയ്യോ അമ്മച്ചി. നിങ്ങളുടെ രാജാവിന്റെ വേഷം കീറി പറഞ്ഞ് നാശമായല്ലോ. വേഗം പോയി നിങ്ങൾ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വാ, അല്ലെങ്കിൽ ട്രെയിൻ അതിന്റെ പാട്ടിനങ്ങ് പോയി കളയും. വേഗം ആവട്ടെ ഖന്ന സർ, എനിക്ക് രാജ്മഹൽ കാണണം. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇത് മനോഹരമാണല്ലോ. പക്ഷെ മേഡം പറഞ്ഞത് രാജ്മഹൽ അല്ലേ? എടാ കഴുതേ, ഇത് രാജ്മഹൽ തന്നെയാ, പക്ഷെ മനോഹരവുമാണ്. ജാം എന്നാണ് എന്റെ പേര്, ജാം സിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളി. അയ്യോ എന്റെ അമ്മച്ചി. സാർ വീണല്ലോ. യോഗ പഠിച്ചാൽ ചെയ്യണം സൂര്യ നമസ്കാരം. രാജാവിനെ കണ്ടാൽ ചെയ്യണം പാദ നമസ്കാരം. അടികൈ. ഞാൻ നിങ്ങളുടെ നമസ്കാരം സ്വീകരിച്ചിരിക്കുന്നു. മാർബിൾ ഇട്ട് തറയാ, സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ കൂടെ കൂടെ എല്ലാവരെയും നമസ്കരിക്കേണ്ടി വരും. ഇത് ഖന്ന സാറാണ്, എന്റെ അയൽക്കാരൻ. ഇദ്ദേഹത്തിന് രാജാവിനെയും രാജകൊട്ടാരവും കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് കൂടെ കൊണ്ടുവന്നതാ. വളരെ നല്ല കാര്യം. ഞാൻ തന്നെ നിങ്ങളെ രാജകൊട്ടാരം മുഴുവനും ചുറ്റിക്കാണിക്കാം. അതിനു മുമ്പ് എല്ലാരും ഒന്ന് ഫ്രഷ് ആവൂ. സൈനികരെ, ഇവരെ നമ്മുടെ അതിഥികളുടെ മുറിയിൽ കൊണ്ടുപോയി വിശ്രമിക്കാൻ വിട്ടിട്ട് വരൂ. ആജ്ഞ പോലെ പ്രഭു. നിങ്ങൾ പാചകക്കാരനാ? അല്ലല്ലോ. പിന്നെന്താ ഇവര് നിങ്ങളെ രാജാവേന്ന് വിളിക്കുന്നേ? മഹാരാജാവ് എന്ന് പറഞ്ഞാൽ പാചകക്കാരൻ എന്നല്ല അർത്ഥം. രാജാക്കന്മാരുടെ ഒക്കെ രാജാവ്. ജാം കഴിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്ക് രാജകൊട്ടാരം കാണാം. പകൽ സമയത്ത് എന്തിനാ ഭിത്തിയിൽ കറണ്ട് അടുപ്പിച്ചു വെച്ചേക്കുന്നേ? അത് ഓഫ് ചെയ്തേക്ക്. ഇവനാ ചെയ്തത്. രാജാവേ, ഇപ്പൊ ഓഫ് ചെയ്തിട്ട് വരാം. നിങ്ങൾ ക്ഷമിക്കണം, സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാ ഇതൊക്കെ. ഓഫ് ചെയ്തു മഹാരാജാവേ. ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ജാം കഴിക്കുന്നു, എല്ലാം ശരിയാകും. നിങ്ങൾ എല്ലാവരും വരൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെല്ലാം നമുക്ക് ചുറ്റി കണ്ടിട്ട് വരാം. ഇതാണ് ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂൾ. വാവ്, അതിമനോഹരമായിരിക്കുന്നു. ഇതെന്തായി സുഗന്ധം? വെള്ളത്തിൽ അത്തറിട്ടിട്ടില്ലേ, അതിന്റെ സുഗന്ധമാണ്. ഞങ്ങൾ നീന്തിക്കോട്ടെ? പിന്നെന്താ, നീന്തിക്കോളൂ. സ്വിമ്മിംഗ് പൂൾ തുറക്കാൻ എനിക്ക് സമയം തരണ്ടേ? ഉള്ളില് ചവറ് വീഴുന്നോണ്ട് എപ്പോഴും സ്വിമ്മിംഗ് പൂൾ അടച്ചു വെച്ചേക്കും.
ആകാശത്തിൽ നക്ഷത്രങ്ങൾ പല കോടി, സ്വിമ്മിംഗ് പൂൾ ആണെങ്കിൽ വെക്കണം മൂടി. അടികൈ. വാവ്, അടിപൊളി. ഇത് പഴയ കാലമായിരുന്നെങ്കിൽ താങ്കളെ ഞാൻ ആസ്ഥാന കവിയായി നിയമിച്ചേനെ. ജാം കഴിക്കുന്നോ? ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നില്ല, ഞാൻ രാജാവിന്റെ കയ്യിൽ നിന്ന് ജാമം തിന്നില്ല. അടികൈ. അതൊക്കെ പിന്നെ ആദ്യം നമുക്ക് ഈ സുഗന്ധ ജലത്തിൽ കുളിച്ചിട്ട് വരാം. വെന്തുപോയതാ, സംശയമുണ്ടോ? ജോലിക്കാര് വാട്ടർ ഹീറ്റർ ഓഫ് ചെയ്യാൻ മറന്നെന്നാ തോന്നുന്നത്. എനിക്ക് തണുപ്പ് തോന്നുമ്പോ ഞാൻ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം ചൂടാക്കിയാ കുളിക്കാറ്. എന്താണെന്ന് വെച്ചാ ജാം എന്നാ എന്റെ പേര്, ജാം സിംഗ്. രാജാവേ, ഇദ്ദേഹത്തിന് നിങ്ങളുടെ പൂർവികരുടെ വാളൊന്ന് കാണിച്ചു കൊടുക്കാമോ? വന്നോളൂ. ഇതാണ് ഞങ്ങളുടെ പൂർവികൻ സന്ദാർ സിംഗിന്റെ വാള്. ഈ വാള് കൊണ്ടാണ് അദ്ദേഹം വെള്ളക്കാരോട് യുദ്ധം ചെയ്തത്. 30 കിലോ ഉണ്ട് ഈ വാളിന്. എല്ലാവരെ കൊണ്ടും ഇത് ഉയർത്താൻ സാധിക്കുകയില്ല. ദിവസവും 4 പ്രാവശ്യം ചവന പ്രാവശ്യം കഴിക്കും. ഇന്ന് ഞാൻ ഈ വാള് കയ്യിലെടുത്ത് ഉയർത്തും. അടികൈ. വേണ്ട വേണ്ട. അയ്യോ, 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 മൂടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇടിക്കില്ലേ? ആരെങ്കിലും എന്നെ യന്ത്ര കയ്യിൽ നിന്ന് രക്ഷിക്കോ? അയ്യോ, അയ്യോ, എന്റെ തലേ. അനുവാദമില്ലാതെ ആ വാൾ ഉയർത്താൻ പാടില്ലായിരുന്നു. ആരും മോഷ്ടിച്ചോണ്ട് കൊണ്ടായിരിക്കാൻ ഭയങ്കര സുരക്ഷാ സംവിധാനങ്ങളാ ഇവിടെ. സോറി. ഈ വാള് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ആഘോഷത്തിന് മാത്രമേ പുറത്തെടുക്കാറുള്ളൂ. അത് കാണാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നേ. അയ്യോ, ചതഞ്ഞു പോയി എന്റെ ശരീരത്തിലെ മർമ്മം. ഇനി റൂമിൽ പോയിട്ട് ഞാൻ ചെയ്യണം പഞ്ചകർമ്മം. അടികൈ. അടികയ്യോ. നിങ്ങൾ എല്ലാവരും വിശ്രമിച്ചോളൂ. രാത്രി അത്താഴം കഴിക്കുമ്പോ കാണാം. ഇതെങ്ങനെ സംഭവിച്ചു? ആരാണിത് ചെയ്തത്? ആരാണ് എടുത്തതെന്ന് സ്വയം സമ്മതിച്ചോ? അല്ലെങ്കിൽ ജീവപര്യന്തം തടവായിരിക്കും ശിക്ഷ. തീയിൽ ചാടിയാലാകും വെണ്ണീര്. രാജാവിന്റെ കണ്ണിലിതാ കണ്ണീര്. അടികൈ. രാജാവിന്റെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നു. സൈനികരെ പിടിച്ചു കെട്ടിയാളെ. വേണ്ട വേണ്ട, ഇവര് നമ്മുടെ അതിഥികളാണ്. അതിഥികൾ. രാജാവേ, എന്താണ് സംഭവിച്ചത്? ഞങ്ങളുടെ പരമ്പരാഗതമായ വാള് മോഷണം പോയി. പക്ഷേ അതെങ്ങനെ? ഞങ്ങള് വൈകുന്നേരം കണ്ടിട്ട് വന്നതല്ലേ? അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. ആരാണ് ആ വാൾ എടുത്തോണ്ട് പോയത്? സേനാപതി, താങ്കൾ പോയി നിരീക്ഷിച്ചു വന്നതിന് ശേഷം ആരും അങ്ങോട്ട് പോയിട്ടില്ല. ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അതെങ്ങനെ മോഷണം പോയി? വാളി കൊട്ടാരത്തിൽ തന്നെ എവിടെയെങ്കിലും കാണുന്നേ? ഇല്ല, സൈനികർ ഈ കൊട്ടാരം മുഴുവനും അരിച്ചു പെറുക്കി. ആ വാളില്ലാതെ ഇനി ആഘോഷം എങ്ങനെ നടക്കും? നമ്മുടെ പ്രജകൾ എന്ത് വിചാരിക്കും? രാജാവിന് സ്വന്തം വാള് പോലും സൂക്ഷിക്കാൻ അറിയില്ലെന്ന്. എനിക്കറിയാ ആ വാൾ എവിടെയാണെന്ന്. എന്റെ കൂടെ വരൂ. എല്ലാവരും വരൂ. ഇവിടെ എന്തിനാ കൊണ്ടുവന്നത്? ഇത് രാജാവിന്റെ അന്തഃപുരമല്ലേ? ആ വാൾ ഇവിടെ തന്നെയുണ്ട്. നീ എന്താ പറഞ്ഞു വരുന്നത്? ആ വാള് മോഷ്ടിച്ചത് രാജാവാണെന്നാണോ? ഇല്ല, കള്ളനത് ഒളിപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ്. എല്ലാവരും ഒന്ന് തെരഞ്ഞു നോക്ക്. വാളിതാ ഇവിടെയുണ്ട്. സംശയമുണ്ടോ? പോപ്പറ്റ്, വാള് താഴെ ഇറക്ക്. എടാ കഴുതേ, 1/2 കിലോയുള്ള ഞാൻ 30 കിലോയുള്ള വാൾ എങ്ങനെയാടാ താഴേക്ക് ഇറക്കുന്നത്? എന്റെ പൂർവികരുടെ വാള്. ഓണം ബമ്പർ അടിച്ചാൽ കിട്ടും കോള്. അലമാരുടെ മുകളിൽ എങ്ങനെ എത്തി ഈ വാള്? അടികൈ. എല്ലാ റൂമും അരിച്ചു പെറുക്കോന്ന് കള്ളൻ അറിയായിരുന്നു. പക്ഷേ രാജാവിന്റെ മുറിയിൽ ഒരിക്കലും അന്വേഷിക്കില്ലല്ലോ. അതുകൊണ്ടാണ് വാള് ഇവിടെ ഒളിപ്പിച്ചത്. ആരായിരിക്കും ഈ പണി ചെയ്തത്? സേനാപതി തന്നെ.
ഇതെന്ത് വിഡ്ഢിത്തമാണ്? രാജാവിന്റെ റൂമിൽ സുരക്ഷാ നടപടിക്ക് വേണ്ടി താങ്കൾ മാത്രമാണ് വരുന്നത്. ആദ്യം താങ്കൾ സുരക്ഷാ റൂമിൽ പോയി അവിടുത്തെ സംവിധാനങ്ങൾ ഓഫ് ചെയ്തു, വാളെടുത്തു, പിന്നെ രാജാവിന്റെ അന്തപുരത്തിൽ ഒളിപ്പിച്ചു. ഇത് കള്ളമാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പറയൂ, ഇത് സത്യമല്ലേ? ആരും ഇങ്ങോട്ട് അടുക്കരുത്. പിടിച്ചു കെട്ടു, വേഗം ഇയാളെ പിടിച്ചു കെട്ടുവിൻ. ഹണി, മതിലിന്റെ മുകളിലേക്ക് ചാട്. ഓക്കേ. ഇയാൾക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് കെണി. ഇപ്പോൾ ഞാൻ എന്റെ കൈകൾക്ക് കൊടുക്കും പണി. അടികൈ. ഇനി എന്റെ ഊഴമാ. നിങ്ങൾ കുറച്ച് ജാം കഴിക്കുന്നോ? ജാം എന്നാ എന്റെ പേര്, ജാം സിംഗ്. ആരും അനങ്ങിപ്പോവരുത്. അനങ്ങിയാൽ ഇയാളുടെ ജീവൻ ഞാൻ എടുക്കും. നിങ്ങൾ എല്ലാവരും എന്റെ രാജകൊട്ടാരത്തിന്റെ മാനം രക്ഷിച്ചു. വളരെ നന്ദിയുണ്ട്. ഇതെല്ലാം ഈ ബണ്ണിയുടെ ബുദ്ധിശക്തി ഒന്നുകൊണ്ട് നടന്നതാ. എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങൾ എല്ലാവരും ആദരിക്കപ്പെടും. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി, കൊട്ടാരം കാണാൻ വന്ന നമ്മള് പൊന്നും കൊണ്ട് പോയി. അടികൈ.